എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പ്രീമിയം കാറുകൾ തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. രണ്ട് അടിപൊളി മോഡലുമായിട്ടാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത്. BMW 520D, മെഴ്സിഡസ് ബെൻസ് E250. ഓക്കെ, ഈ രണ്ട് കാറുകൾ, അതായത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയ രണ്ട് വാഹനങ്ങളാണ്, അതും ലോ കിലോമീറ്റർ വാഹനങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വന്നിരിക്കുന്നത് മേലാറ്റൂരാണ്, ഗ്യാരേജ് ഹെഡ്. ഇതാ നമുക്ക് ഹനീനെ സ്വാഗതം ചെയ്യാം. ഹനീൻ, സ്വാഗതം. പെട്ടെന്നായല്ലോ അടുത്ത വീഡിയോ. ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലായല്ലോ അല്ലേ? അതെ. കഴിഞ്ഞ സ്റ്റോക്ക് പോയി, എന്റെ പോയി, ഇന്നോവ പോയിട്ടുണ്ട്, ഫോർച്യൂണറുകൾ ഉണ്ടായിരുന്നു 4-4 പോയിട്ടുണ്ട്. നമ്മള് റീസെന്റ് ഇവരെങ്ങനെയാണ് 2-3 വണ്ടി വെച്ചിട്ടാണ് ഇവർ എടുക്കാറുള്ളത്. ഡൽഹിയിലാണ് മെയിൻ. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്തു തരും. അല്ലാത്തവർക്ക് ലോണൊക്കെ വേണ്ടവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്പർ ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാര്യമൊക്കെ പോയി. നമുക്ക് 4 ദിവസം കൊണ്ട് പോയി. ഒരുപാട് എൻക്വയറി ഉണ്ട്. നമുക്ക് നല്ല വണ്ടികൾ നല്ല വണ്ടികൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. വരുന്നുണ്ട്, കുറച്ചുകൂടി വണ്ടികൾ വരുന്നുണ്ട്, സ്റ്റോക്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് വെച്ചാല് എന്താ പറയാ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം കാർ അല്ലേ? അതായത് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു പ്രീമിയം കാർ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് രണ്ടും. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മേലാറ്റൂരാണ് ലൊക്കേഷൻ, മലപ്പുറം ജില്ല. പാലക്കാട് ബോർഡറായിട്ട് വരും. പാലക്കാട് മലപ്പുറം ബോർഡറായിട്ട് വരും മേലാറ്റൂർ. പിന്നെ അവിടുന്ന് ദൂരം വരുന്നവർക്കൊക്കെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഷൊർണൂരിൽ നിന്ന് നേരെ നിലമ്പൂർ ട്രാക്കാണ്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ മേലാറ്റൂർ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങാനും പറ്റും. ഓക്കെ, അതൊരു അടിപൊളി യാത്രാനുഭവമായിരിക്കും. വരാത്തവരുണ്ടെങ്കിൽ വരിക. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ വാഹനങ്ങളൊന്ന് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, വീഡിയോ ആദ്യം BMW 520D നമുക്ക് തുടങ്ങാം. ഹരിയാന രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനമാണ്. ആദ്യമേ ചോദിക്കട്ടെ, ഈ NOC പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പൊ ഹരിയാന ഭാഗത്ത്? ഇപ്പൊ മൊത്തത്തിൽ ഈ വെഹിക്കിൾസിനില്ല. ഇപ്പോൾ ഹരിയാന NCR റീജിയണിൽ വരുന്ന വെഹിക്കിൾസിന് 10 വർഷത്തിൽ കൂടുതലുള്ള പ്രശ്നങ്ങൾ വരാനില്ല. അപ്പൊ ഇതിനൊന്നും ഇല്ലല്ലോ പ്രശ്നം. ഓക്കെ, രണ്ടിനും NOC എവിടെ എടുത്തിട്ടില്ല? രണ്ടിനും NOC എടുത്തിട്ടില്ല. നമ്മൾ എടുക്കുന്ന കസ്റ്റമറിന് ഡയറക്റ്റ് എടുത്തു കൊടുക്കും. അപ്പൊ നിങ്ങളുടെ RTO കിട്ടുകയും ചെയ്യും രണ്ട് വണ്ടിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2018 മോഡലാണ്. ഓട്ടോ പാർക്ക് എഡിഷൻ ആണ്. ഓട്ടോ പാർക്ക് 2018. പിന്നെ കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ സർവീസും കമ്പനിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് 15-15 പോവാ. പീരിയോഡിക്കലി സർവീസ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. 0 റീപ്ലേസ്മെന്റ് ആണ്. വേറെ പെയിന്റോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടും ചെയ്തിട്ടില്ല, അവിടുന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ കീകളും അവൈലബിൾ ആണ്. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി അറിവിലേക്ക് പറയാണ്, ഇവർക്ക് തന്നെ ഇൻസ്പെക്ഷൻ ടീമും കാര്യങ്ങളൊക്കെ ഡൽഹിയിലുണ്ട്. നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് നിങ്ങൾ വേറെ വാഹനം പോയി കണ്ട് അവിടെ ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്പെക്ഷൻ ടീമിനെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ ഫുള്ള് A to Z നമ്മളെ ടീം വെച്ചിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് വണ്ടികൾ. അങ്ങനെ ഇവർ എടുക്കുന്നത് ഇൻഷുറൻസ് ഹിസ്റ്ററി, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് 0 റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ പോരാത്തതിന് 27 ലക്ഷം രൂപ IDV ഉണ്ട്. നമുക്ക് ടാക്സ് അടച്ചിട്ട് ആർക്കും ആണെങ്കിലും ഫുള്ള് ലോണിൽ ഈ വെഹിക്കിൾ എടുക്കാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾ ട്രക്കിന് കൊണ്ടുപോകുന്നത് അതോ ഓടിച്ചു കൊണ്ടോ? ഇല്ല, നമ്മൾ ഓടിച്ചു കൊണ്ടുവരില്ല, നമ്മൾ ട്രക്കിന് കൊണ്ടുവരും. ഇത് ഏകദേശം എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഏകദേശം 13 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ടൗണിലൊക്കെ കളിക്കുകയാണെങ്കിൽ ലോങ്ങിലൊക്കെ എത്ര കിട്ടും? ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട്. 15-16 എന്തായാലും കിട്ടും. 15-16 മൈലേജ് 15 മുകളിൽ എന്തായാലും കിട്ടും. അങ്ങനത്തെ ഒരു വാഹനമാണിത് 520D. അപ്പോൾ ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇൻഷുറൻസ് ഹിസ്റ്ററി ഇവർ പ്രൊവൈഡ് ചെയ്യും, സർവീസ് ഹിസ്റ്ററിയും പ്രൊവൈഡ് ചെയ്യും. കൊടുക്കണം കേട്ടോ രണ്ടും. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ വർക്കോ കാര്യങ്ങളോ ഇനി എടുക്കുന്ന ആളുകൾക്ക് ഒരു വർക്കും ചെയ്യാനില്ല. ഇപ്പൊ ലാസ്റ്റ് സർവീസ് എത്രയല്ല കഴിഞ്ഞത്? ഇപ്പൊ ലാസ്റ്റ് സർവീസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് എല്ലാ ഫിൽറ്റർ കാര്യങ്ങൾ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി 77, 82, 92 ചെയ്തു. 90ന്റെ മുകളിൽ ഒരു 2000 കിലോമീറ്റർ ബാക്കിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. വണ്ടിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് 15-ലാക്കണ്ട, 13,000 കൂടുമ്പോൾ ചെയ്യാം. അതായത് 90 ലൈന് ചെയ്യാം. പോരാത്തതിന് നമ്മളെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആരും കൊടുക്കാത്ത നമ്മളെ 1 ഇയർ വാറണ്ടി 2 വണ്ടികൾക്കും കൊടുക്കാം. 2 വണ്ടിക്ക് ഉണ്ടല്ലേ 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട് ഇതിന്. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന്റെ പ്രൈസ് നമുക്ക് 23,95 ആസ്കിംഗ് പ്രൈസ്. NOC പ്രൈസ്? അത് NOC പ്രൈസ് ആണ്. 18 മോഡൽ ഓട്ടോ പാർക്ക് എഡിഷൻ ആണ്, നോർമൽ അല്ല, ഓട്ടോ പാർക്ക് എഡിഷൻ വാഹനമാണ്. ഓട്ടോ പാർക്ക് എഡിഷൻ ആണ്. നമ്മളെ കീ ഉപയോഗിച്ചിട്ട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 3 കീ അവൈലബിൾ ആണ്. ഒരു ഡിസ്പ്ലേ കീ ഉണ്ടാവും. മറ്റേ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഓട്ടോ പാർക്ക് ഇല്ലാത്ത വണ്ടി. ലക്ഷറി നോർമൽ വെഹിക്കിളിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒറിജിനൽ കേരള 18 വണ്ടിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 40 ലാക്ക് അടുപ്പിച്ച റേറ്റ് ഉണ്ട്. 38 മാറണമെങ്കിൽ എത്ര കാണേണ്ടി വരും? ഇതൊരു 4 lakhs കണ്ടാൽ മതി.
4 ലക്ഷം കണ്ടാ 4 ലക്ഷം രൂപ. 18 മോഡൽ ഓട്ടോ പാർക്ക് എഡിഷൻ ആണ് 520D. അപ്പോൾ പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതെന്തായാലും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. കൊടുക്കാറുണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. റേറ്റ് നമ്മുടെ വീഡിയോയിൽ പരമാവധി കുറച്ചിട്ട് പറയാറ്. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് എങ്ങനെയാ? 1 ഇയർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഗിയർ ബോക്സ് ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ല, വാറണ്ടി എന്ന് പറയുന്നത്. വാറണ്ടി നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സിന് വാറണ്ടി നമ്മളെടുത്ത് എടുക്കുന്ന വണ്ടികൾക്ക്, പ്രീമിയം വണ്ടികൾക്ക്, അത്യാവശ്യം മോഡലുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിൻ ഗിയർ ബോക്സ്. ബാക്കി ഇൻഷുറൻസും കാര്യമൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ വണ്ടി? ഇൻഷുറൻസ് ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്ത IDV 27 ലക്ഷം രൂപ IDV 27 പറഞ്ഞു. പുതിയാണല്ലേ? പുതിയ ഇൻഷുറൻസ്. അപ്പൊ ആ ഭാഗത്തേക്ക് ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങൾക്ക് കൊണ്ടുപോയാൽ അടുത്ത സർവീസ് പോലും പിന്നെ ചെയ്താൽ മതി. ഒന്നും ചെയ്യാനില്ല. ഓക്കെ. പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടിയായിട്ട് കൊണ്ടുനടക്കാം. അപ്പോൾ നിങ്ങളുടെ RTOയിൽ മാറാനും പറ്റും. അതാണ് ഹൈലൈറ്റ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെർസിഡസ് ബെൻസ് E250 ആണ്. ഇതിന്റെ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ മാറ്റാൻ വേണ്ടി വെച്ചേക്കാണ് അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയല്ല? അതെ, കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. വന്നിരുന്നോ? ഒന്നുകൂടെ ആള് വന്നിട്ടുണ്ട്. ഇല്ല, അതാ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. എന്തായാലും അപ്പൊ ഏതായിരുന്നു മോഡൽ? 2015 മോഡലാണ് E250D. അതായത് ഇത് വെച്ചാല് എനിക്ക് തോന്നുന്നു 520നേക്കാൾ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതെ, അത്യാവശ്യം റിലയബിൾ ആണ്, മെയിൻ്റെനൻസ് ഫ്രീ ആണ് കുറച്ചൊക്കെ, പിന്നെ മൈലേജും കിട്ടും അത്യാവശ്യം. 18 കിലോമീറ്റർ ഹൈവേയിൽ 20 കിട്ടും. ഇവിടെ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കാം. മഴത്താണ് നമ്മളെ പരിപാടി. രക്ഷയില്ല, മഴ നോക്കി നിന്നാലും വീഡിയോ എടുക്കല് നടക്കൂല. അപ്പൊ എന്താ ക്ലെയിം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, സീറോ റീപ്ലേസ്മെന്റ് ആണ്. നമുക്ക് ഹെഡ്ലൈറ്റ് ചെറിയൊരു ഫോഗ് കയറി, അത് ചെറിയൊരു ഉള്ളിലുള്ള പാക്കിങ്ങിന്റെ ചെറിയൊരു വിഷയമാണ്. നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. മഴ ആയതുകൊണ്ടാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നും. മഴയത്ത് അറിയാൻ പറ്റുന്ന കുറെ സംഗതികളാണ് സൺറൂഫ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതെ, സൺറൂഫ് ലീക്ക്. പിന്നെ അവിടുന്ന് പുറത്ത് വരുന്ന വണ്ടികൾക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ട് ഗ്ലാസിന്റെ മുകളിൽ ലീക്ക് വരും. ഗ്ലാസ് റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. നല്ല മഴയത്ത് നല്ല ഓടിച്ചു നോക്കിയാൽ ഇമാതിരി സാധനങ്ങളൊക്കെ കറക്റ്റ് അതിന്റെ പശ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഉള്ളിൽ കൂടെ ലീക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വണ്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. മഴ ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? എങ്ങനെ? ഫുൾ ഓപ്ഷൻ. അവങ്കാട് ഡബിൾ സൺ റൂഫ് വരുന്നേ, മുകളിൽ ഫുള്ള് റൂഫായിട്ട് വരുന്ന ഗ്ലാസ് ആയിട്ട്. കിലോമീറ്റർ 53,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. അത് വേറൊരാളെ പേരിലേക്ക് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. സെക്കൻഡ് ആയിട്ടുണ്ട് അല്ലേ? അവിടെ തന്നെ രജിസ്ട്രേഷൻ വന്നു. അവിടെ തന്നെ. എങ്ങോട്ടും NOC എടുത്തിട്ടില്ല. എങ്ങോട്ടും നീ എടുക്കണവർക്ക് എടുക്കുവാണെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ 15 E250 ആണ്. നമുക്ക് NOC പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 12.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഇതൊരു 3 ലക്ഷം രൂപേന്റെ താഴെ വരുള്ളൂ. അതിനുള്ളിൽ വരും അല്ലേ? 12.5 ചോദ്യമാണ്. മാറണമെങ്കിൽ ഒരു 2.5 to 3 ഇടയിലായിട്ട് ഏകദേശം കാണേണ്ടി വരും. ഓക്കെ. അപ്പൊ എങ്ങോട്ടും NOC എടുത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ NOC എടുക്കാം. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവിടെ ഇവിടെ. അതൊക്കെ ക്ലിയർ ചെയ്ത് ഫുൾ പോളിഷ് എല്ലാം നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ. ഇതിലാണ് ഇപ്പോ അലോയ്സ് കാര്യങ്ങളൊക്കെ അവർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ അലോയ്സ് നിങ്ങൾക്ക് ഒറിജിനൽ നമുക്ക് അലോയ്സ്, ടയർസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഇത് ലെൻസോന്റെ അത്യാവശ്യം 20 ഇഞ്ച് വീലാണ്. ഒരു ടയർ ഏകദേശം 20,000 അബവ് വരുന്ന വീലാണ് നമുക്ക് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഡാഷ്ബോർഡ് ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് 70,000 അബവ് വരുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വേണമെങ്കിൽ അങ്ങനെ തരാം. ഇനി ഇതെല്ലാം മച്ചിട്ട് അല്ലേ? ഇതോടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ. പൈസ എല്ലാം സേവ് ആണ്. അതെ, പൈസ എല്ലാം മാറ്റം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ 1 ഇയർ വാറണ്ടി, ഗിയർ ബോക്സ്, എഞ്ചിന് വാറണ്ടി നമുക്ക് ഈ വെഹിക്കിളിലും കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ കൊടുത്ത 15 മുതൽ അബവ് ഉള്ള ഏത് വണ്ടിക്കും നമ്മളത് കൊടുക്കുന്നുണ്ട്. പ്രൈസ് ലാസ്റ്റ് ആണോ അല്ല? പ്രൈസ് നമുക്ക് വീഡിയോ കണ്ട് വരുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇവരെന്തായാലും ഷോറൂമായിട്ടില്ല, നമ്മളെ പ്രേക്ഷകർ തന്നെയാണ് വീഡിയോ കണ്ടിട്ട് വരുന്നത്. ഷോറൂമിൽ പിന്നെ വാക്കിൽ വരുന്നത്. അതെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് കൊടുക്കണം. അതെ, 2 വെഹിക്കിളും സീറോ റീപ്ലേസ്മെന്റ് ആണ്, സീറോ ക്ലെയിം ആണ്. അതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ്. ബെറ്റർ ഓപ്ഷൻ ആയിട്ട് BMW ഇഷ്ടപ്പെടുന്ന, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓട്ടോ പാർക്കാണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ജസ്റ്റർ കൺട്രോൾ പോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 വണ്ടി ഇന്നിവിടെ ലഭ്യമായിട്ടുള്ളൂ. ഇനി കുറച്ച് വണ്ടികളൊക്കെ വരാണ്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് സ്റ്റോക്ക് കയറും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുള്ള് പോയി. ഏകദേശം 5-6 വെഹിക്കിൾ നമ്മൾ ഫോർച്യൂണറുകൾ 4-5 ഉണ്ടായിരുന്നു. എൻഡവർ, പിന്നെ ഇന്നോവ ഡെലിവറി കൺഫേം ആയി. ഡെലിവറി കൺഫേം ആയി.
അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മേലാറ്റൂർ, മലപ്പുറം പാലക്കാട് ബോർഡറിൽ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോക്ക്. ഷുവറായിട്ടും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.